ഹായ് ഹലോ എല്ലാവർക്കും മലയാളം റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജലജയും ദേവയാനിയും നയനയും കൂടെ സംസാരിക്കുകയാണ്. നയന പറയുന്നുണ്ടായിരുന്നു പ്രതി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് കാണാമെന്നൊക്കെ പറയുകയും ജലജ ചുമ്മാ നയനയെ ഒരുപാട് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ ദേവയാനി ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിനക്ക് പോലീസ് അന്വേഷണം, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയും ദേവയാനി പറയുന്നുണ്ട്, എങ്ങനെയായാലും അനന്തപുരിയിലെ കൊച്ചുമകൻ്റെ ഭാര്യയില്ലേ നവ്യ, അപ്പോൾ അതിനുവേണ്ടി പോലീസ് ഇവിടെ കയറി ഇറങ്ങുമ്പോൾ അത് നാണക്കേട് തന്നെ എന്ന് പറയുകയും നയന അപ്പോൾ പറയുന്നുണ്ട്, ഒരു നാണക്കേടും അല്ല, മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് അന്വേഷിപ്പിക്കാൻ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ ജലജ നയനെ ഒരുപാട് പറയുന്നുണ്ട്, വീട്ടുകാരെയും ഒരുപാട് പറയുന്നുണ്ട്, അഹങ്കാരികളാണ് ഇവരൊക്കെ എന്ന് പറയുകയും നയന അതിന് തക്കതായ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. അനി അവിടെ ബാൽക്കണിയിൽ സങ്കടത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അനിയോട് പറഞ്ഞു, നയന, നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയും എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞതൊന്നും വിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നയന പറയുന്നുണ്ട്, നീ എല്ലാം മനസ്സിലാക്കുന്ന കുട്ടിയല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിനക്കെല്ലാവരും മനസ്സിലായിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിനക്കെന്താണ് അനാമികയെ ഇഷ്ടമല്ലാത്തത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ മനസ്സിലുള്ളത് പറയാൻ, എന്നിട്ട് നീ അത് പറയാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. ഇവിടെ വന്ന 2 മരുമക്കളെയും ആ ഒരു മരുമക്കളായി കാണുന്നില്ല. ഇനിയിപ്പോൾ അനാമികയാണ് വരുന്നത്. അനാമികയെ എല്ലാവരും സ്നേഹിക്കും. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയും ദാമ്പത്യ ജീവിതം നീ വിചാരിക്കുന്ന പോലെയല്ല, വരുന്ന കുട്ടിയെ ഇവിടെയുള്ളവർക്കും കുട്ടിക്ക് ഇവിടെയുള്ളവരെയും ഒക്കെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുകയും വിമർശിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നയന അനിയോട്. അതിനുശേഷം നയന സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു സോഫയിൽ. അപ്പോൾ അവിടെ കനക വരികയും മോളെ എന്ത് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് സോൾവ് ആക്കിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഇത് നന്ദുവിന് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ആണും പെണ്ണും ലിമിറ്റിലേറെയുള്ള സൗഹൃദം പറ്റില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയും എന്നാൽ നയന പറയുന്നുണ്ട്, ആയിരിക്കാം, പക്ഷേ നന്ദുവിൻ്റെ കേസിൽ അത് അങ്ങനെയല്ല. ഇവൾ ചെറുപ്പം തൊട്ടേ എന്നോട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഫുൾ ആൺകുട്ടികളാണെന്നും എന്നാൽ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയും അവരെങ്ങനെയോ അടുത്തിട്ടുണ്ടാവാം എന്നൊക്കെ പറയുക അവർ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് വന്നതിനാലും ഇത് നടക്കരുത്, നമ്മൾ അമ്മ വീണ്ടും നന്ദുവിനെ കൂടി ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണെന്ന് എല്ലാവരും കരുതും. അതുകൊണ്ട് ഇത് നടക്കാൻ പാടില്ല, അനി നല്ല കുട്ടിയാണ്, അനി നല്ല പയ്യനാണ് എന്നൊക്കെ പറയുകയും എന്നാൽ നമ്മുടെ സാഹചര്യം കൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് നയന. എന്നിട്ട് റൂമിലേക്ക് പോവുകയായിരുന്നു നയന. അപ്പോൾ അവിടെ ആദർശ് ഒരു ഫയൽ കാണാതെ ദേഷ്യപ്പെടുകയായിരുന്നു. ഫയൽ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദർശ്. അപ്പോൾ നയന അവിടെ എത്തുകയും നയനയോട് ഫയൽ എവിടെയെന്ന് ചോദിക്കുകയും ഞാൻ അറിയില്ല എന്ന് നയന പറയുമ്പോൾ ആദർശ് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയും നയന ഒരുപാട് ആദർശിനോടും ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിക്കുകയും ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ എവിടേക്കാണ് എന്ന് ചോദിച്ചപ്പോൾ നയന പറഞ്ഞു എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ആദർശ് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന് സംസാരിക്കുമ്പോൾ അവിടേക്ക് ആദർശ് വരികയും നയന എവിടെ പോയെന്ന് മുത്തശ്ശിക്കറിയാവോ, ഇവിടെ ആരെങ്കിലും നയനയോട് ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തോ
നയന ദേഷ്യത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയുടെ ദേഷ്യത്തിൻ്റെ കാരണം നിനക്കറിയില്ലേ? നിൻ്റെ ഭാര്യ എവിടേക്കാണ് പോയത് എന്ന് ഞങ്ങളോടാണോ നീ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശനോട് ഒരുപാട് മുത്തശ്ശൻ പറയുകയും ശേഷം ഒരുപാട് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്കും, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുകയാണ് മുത്തശ്ശൻ ആദർശനെ. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ബാൽക്കണിയിൽ പോവുകയും അവിടെ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദർശ് അവിടേക്ക് എത്തുകയും അപ്പോൾ ജലജയും ആദർശിൻ്റെ അമ്മയും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ് ദേവയാനി, എങ്ങോട്ടാണ് നിൻ്റെ ഭാര്യ പോയത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നിന്നോട് ചോദിക്കാതെയാണോ അവൾ പോയത് എന്നൊക്കെ പറയുകയും ഒരുപാട് വിമർശിക്കുകയും നയനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് ജലജയും ദേവയാനിയും. എന്നാൽ അത് ആദർശിന് അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ആദർശ് നയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.